2025 പരിസ്ഥിതി ദിന ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം എന്നാണ്? 1973. ഏത് മുദ്രാവാക്യത്തിലാണ് ആദ്യമായി ലോകത്ത് പരിസ്ഥിതി ദിനം ആചരിച്ചത്? ഒരു ഭൂമി മാത്രം. പരിസ്ഥിതി സംരക്ഷണത്തിനായി ലോകത്ത് ആദ്യമായി രൂപീകൃതമായ സംഘടന ഏത്? IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. UNEPയുടെ പൂർണ്ണ രൂപം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. 2025 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ത്? പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുക. 2025 പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? കൊറിയ. പരിസ്ഥിതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? അലക്സാണ്ടർ വോൺ ഹാബോൾട്ട്. ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമെന്ന്? 1986. ലോക പരിസര ദിനം എന്നാണ്? ഒക്ടോബർ 7. സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം നടന്ന വർഷം? 1972. എന്തിൻ്റെ ഓർമ്മയ്ക്കായാണ് പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത്? ജൂൺ 5 തുടങ്ങി 16 വരെ നടന്ന സ്റ്റോക്ക്ഹോം ഉച്ചകോടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? സുന്ദർലാൽ ബഹുഗുണ. ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏത്? ഫിൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്? ആമസോൺ മഴക്കാടുകൾ. പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറമേതാണ്? പച്ച. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. WWFന്റെ പൂർണ്ണ രൂപം? വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്. WWFന്റെ ചിഹ്നം എന്താണ്? ഭീമൻ പാണ്ട. വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? വന്ദന ശിവ. ഏറ്റവും വേഗത കൂടിയ കാറ്റിനാലുണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിന് പറയുന്ന പേര് എന്ത്? ടോർനാഡോ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് ആര്? മേധ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? പ്രൊഫസർ ആർ മിശ്ര. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപയായ മലയാളി വനിത ആര്? സുനിത നാരായണൻ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആര്? മസനോവ ഫുക്കുവോക്ക. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ എന്താണ്? പെഡോളജി. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം
സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാറാട്ടുകോണം, തിരുവനന്തപുരം ജില്ലയിൽ. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങൾ. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ഏറ്റവും കൂടുതൽ വനനശീകരണം നടക്കുന്ന രാജ്യം ഏത്? ബ്രസീൽ. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? വേപ്പ്. ഇന്ത്യയിൽ ആദ്യമായി തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏത്? ആലപ്പുഴ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ എന്തുകൊണ്ടാണ് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന് വിളിക്കുന്നത്? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലിയിൽ ചീവീടുകൾ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണ വനങ്ങളിൽ ചീവീടുകൾ ഉണ്ടാക്കുന്ന ശബ്ദ അന്തരീക്ഷം സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ ഇല്ല. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളത്ത്. മണ്ണ് മലിനീകരണത്തിന് കാരണമായിട്ടുള്ളത് എന്ത്? ആസിഡ് മഴ. എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? ടാൻസ് ലീ. താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ് ഏതാണ്? എ കൽക്കരി, ബി എണ്ണ, സി കാറ്റ്, ഡി പ്രകൃതിവാതകം. ഉത്തരം സി കാറ്റ്. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്. പക്ഷികളുടെ വൻകര എന്ന് അറിയപ്പെടുന്നത്? തെക്കേ അമേരിക്ക. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവായി അറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ചിപ്കോ പ്രസ്ഥാനം. കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും ലക്ഷ്യമെത്തിയിട്ടുള്ള അന്താരാഷ്ട്ര കരാറിൻ്റെ പേര് എന്താണ്? പാരീസ് കരാർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഹരിതഗൃഹ വാതകം? എ ഓക്സിജൻ, ബി കാർബൺ ഡൈ ഓക്സൈഡ്, സി നൈട്രജൻ, ഡി ആർഗോൺ. ഉത്തരം ബി കാർബൺ ഡൈ ഓക്സൈഡ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഡാഷ് ശതമാനം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു? 70%. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏത്? തെന്മല. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ക്ലൂ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് കേട്ടോ.